ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ മീഷോയിൽ നിന്നൊരു മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പ്ലാസോ പാൻറ്റും ടോപ്പും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ മോൾക്ക് കുറച്ച് മുമ്പൊരു പാൻറ്റും ടോപ്പും തയ്ച്ചിരുന്നു. അതിൻ്റെ തന്നെ ഡ്രസ് കോഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇടുമെന്ന് ഒരുപാട് പേര് ആയിട്ട് എനിക്ക് കൂടുതലായിട്ട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ഇത് 5 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 258 രൂപ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് 3 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ 5 മീറ്ററിൽ നിന്നും ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്യുക, 2ആയിട്ട് മടക്കാം. 3 മീറ്റർ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പാർട്ട് പാൻറ്റിനും അതിൻ്റെ ഒരു പാർട്ട് എൻ്റെ ടോപ്പ് ചെയ്യാനുമാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സെൻറ്റർ മടക്കിയിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2ആയിട്ട് എടുക്കുക. ആദ്യം പാൻറ്റ് കട്ട് ചെയ്യുക, അതിന് ശേഷം ടോപ്പ് കട്ട് ചെയ്യുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ നമുക്ക് പാൻറ്റും അത്യാവശ്യം നല്ല ഫ്ലെയറിൽ കിട്ടും, അതുപോലെ തന്നെ ടോപ്പും കിട്ടും. 2ആയിട്ട് കട്ട് ചെയ്ത മെറ്റീരിയലിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ആദ്യം ഒന്ന് കണക്കാക്കി നോക്കാം കേട്ടോ. 29 ആണ് വിഡ്ത്ത് വരുന്നത്. ഇനി നമുക്ക് എത്ര ലെങ്ത്ത് കിട്ടും എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് വരുന്നത് 42 ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. ഇനി നമ്മളിത് 4ആയിട്ട് മടക്കി വെക്കുകയാണ്. 4ആയിട്ട് മടക്കി വെക്കുമ്പോൾ നമ്മൾ ആ ഒരു ലെങ്ത്ത് വരുന്ന പാർട്ടാണ് നമ്മൾ വിഡ്ത്തായിട്ട് എടുക്കണം കേട്ടോ. മനസ്സിലാവുണ്ടാവും വിചാരിക്കുക. ഞാൻ മടക്കിയ രീതിക്ക് ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്ക് അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഫസ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് പാൻറ്റാണ്. പാൻറ്റിന് നമുക്ക് ലെങ്ത്ത് വേണ്ടത് 24.5 ആണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ടോട്ടൽ ലെങ്ത്ത് 26.5 എടുക്കുന്നുണ്ട്. എന്നാലുള്ളൂ കേട്ടോ നമുക്ക് മടക്കിയിട്ടും അതുപോലെ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു മടക്ക് വരും. അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കർവാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആദ്യം ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അവിടുന്ന് താഴേക്ക് മോൾക്ക് വേണ്ടത് 8.5 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 9 ഇഞ്ചിലാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ കർവ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. മെറ്റീരിയലിൻ്റെ ഫുള്ള് വിഡ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സൈഡിൽ കട്ട് ചെയ്ത് കൊടുക്കണില്ല, ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പ്ലാസോ പാൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വീതിയിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഫുൾ വിഡ്ത്ത് എടുക്കുന്നുണ്ട്. ലെങ്ത്ത് നമ്മൾ എത്രയാണോ വേണ്ടതെന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് കണക്കാക്കുക, എന്നിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡ് വരച്ച് കൊടുക്കണമെന്ന് കാണുന്നുണ്ടാവും. അത്രയും വിഡ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാൻറ്റിൽ ചെയ്ത മാർക്കിംഗ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതിൽ ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം കർവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. കർവ് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തുള്ളത്. നമ്മൾ പിന്നെ മുകളിൽ പീസൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. നമുക്ക് കറക്റ്റ് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിന്നൊരു 3 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് താഴ്ഭാഗത്ത് മടക്കി അടിക്കാനും അതുപോലെ തന്നെ മേൽഭാഗത്ത് എലാസ്റ്റിക് കൊടുക്കാനുള്ള ലെങ്ത്ത് നമ്മൾ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ കട്ടിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ടോപ്പിൻ്റെ കട്ടിങ് നോക്കാം കേട്ടോ. ഞാൻ ടോപ്പിൻ്റെ ലൈനിങ് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 17 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്ക് നോക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. 2.5 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോൾഡർ കൊടുത്തിട്ടുണ്ടായിരുന്നതും 2.5 തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആമഹോള് 5.5 ആണ് കേട്ടോ ആമഹോള് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
ചെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 5.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് ലെങ്ത്തായിട്ട് ഞാൻ 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് യോക്ക് കണക്കാക്കി കൊടുക്കാം. യോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 9.5 ആണ് കേട്ടോ. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ലെങ്ത്ത് എടുത്തിട്ട് 17 ഇഞ്ച് ഫുള്ളായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മെയിൻ പീസിൽ എന്ത് ചെയ്യണം, യോക്ക് പാർട്ട് അതുപോലെ തന്നെ ഞാൻ ഫ്രില്ല് കൊടുക്കുന്നതും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വേസ്റ്റിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 5 ഇഞ്ചായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ലെങ്ത്തായിട്ട് 1.5 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഞാൻ ഈ മാർക്ക് ചെയ്ത് കൊടുക്കണ പോലെ ഇങ്ങനെ ചരിച്ചിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്ക് ഇതിൽ മാർക്ക് ചെയ്തത് കണ്ടല്ലോ, ആ ഒരു രീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിലൂടെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ മെയിൻ പീസിൽ ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ താഴ്ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു പാർട്ടാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ലെങ്ത്ത് എത്രയാണ്, 42 ഇഞ്ച് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് കേട്ടോ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രില്ല് കൊടുക്കാനുള്ള മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ അത്യാവശ്യം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ആവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഈ ഒരു ഫ്രില്ലിടുന്ന പീസ് കട്ട് ചെയ്യണ രീതി എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വീതി ഏത് ഭാഗത്താണോ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ലെങ്ത്ത് കിട്ടുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നോക്കുക, കൂടുതൽ ഭാഗം ഏതാണോ അത് കട്ട് ചെയ്യുക. ഫ്രില്ല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. യോക്ക് പാർട്ട് നമുക്ക് വേണ്ടത് 9.5 ആണ് വേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ് പീസിൻ്റെ അത്ര ലെങ്ത്ത് വേണ്ട കേട്ടോ. ലൈനിങ് പീസ് നമ്മൾ ഫുൾ ലെങ്ത്ത് ആണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രില്ലിൻ്റെ പീസ് മാറ്റി വെച്ചു. ഇനി നമുക്ക് യോക്ക് പാർട്ട് മതി കേട്ടോ. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 9.5. ആ ഒരു പീസാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ വരിക. യോക്ക് പാർട്ട് കട്ട് ചെയ്തു, അതുപോലെ തന്നെ ആ ഒരു പീസ് എന്ത് ചെയ്യുക, അങ്ങനെ ഫ്രില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടോപ്പ് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക.
അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്ലീവാണ്. ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സ്ലീവിൻ്റെ മാർക്കിങ്ങുകളൊക്കെ ഒന്ന് നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ ടോട്ടൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 15 ഇഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു 3 ഇഞ്ച് ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അത്രയും ഫ്രില്ലിട്ട് കൊടുക്കണം. നമ്മൾ സ്ലീവിലും ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബലൂൺ സ്ലീവ് പോലെ കേട്ടോ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് ഇത്രയും ഭാഗത്തേക്ക് നമ്മൾ കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്ലീവിൻ്റെ മാർക്കിങ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അത്യാവശ്യം ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 4ആയിട്ട് മടക്കി വെച്ചോ 4ആയിട്ട് മടക്കിയ വിഡ്ത്ത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. ഒരു 15 ഇഞ്ച് വീതി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രില്ല് വരുന്ന ഭാഗം ടോട്ടൽ. ഇത്രയൊക്കെ ആട്ടോ ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ പാർട്ട് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. നമുക്ക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്തെടുക്കണേ എന്ന് വെച്ചാൽ, നമ്മുടെ നല്ല ഭാഗം കൂടെ ഉള്ളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കർവ് വരുന്ന ഭാഗം ഒപ്പം വെച്ചിട്ട് എന്ത് ചെയ്യുക, 2 സൈഡിലും ആ കർവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ കാണിക്കണ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കർവ് വരുന്ന ഭാഗം എന്ത് ചെയ്യുക, അത് മാത്രം ആ ഒരു ഭാഗം മാത്രം ഒന്ന് ഒപ്പം പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നല്ല ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എൻ്റെ ചീത്ത ഭാഗത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതൊക്കെ ഒരുവിധ ആൾക്കൊക്കെ അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റിച്ചിങ് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്ത 2 കർവും കൂടെ ഒരുമിച്ച് പിടിക്കുക കേട്ടോ. ഒരുമിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മേൽഭാഗത്ത് ഒരു മടക്കിയിട്ട് അവിടെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിക്കണ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ മേൽഭാഗത്ത് ഒറ്റ മടക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് വെച്ചിട്ടും കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. ഞാനിതിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്യണ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, അത് മിസ്സായി പോയിട്ടുണ്ട്. ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് മോളുടെ വേസ്റ്റ് ഭാഗം വന്നിട്ടുണ്ടായിരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചിട്ട് 17 ഇഞ്ചാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിതിൽ കാണിക്കുന്നുണ്ടല്ലോ, ഒരു മടക്കിയിട്ട് അതിൻ്റെ താഴ് ഭാഗത്ത് എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മടക്കും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ അടിക്കണതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് പിന്ന് വെച്ചിട്ട് ആ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ കാണിക്കണ പോലെ ചെയ്തെടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് പാൻറ്റ് പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ ഇത്. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ജലദോഷം പിടിച്ചിട്ട്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല ചുമ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ.
ഇപ്പം ഞാൻ ഒരു മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യണം, എലാസ്റ്റിക് വെക്കണം. എലാസ്റ്റിക് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ വലിഞ്ഞ് നിൽക്കില്ല കേട്ടോ എലാസ്റ്റിക്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് തട്ടാതെ ശ്രദ്ധിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇലാസ്റ്റിക്കിൻ്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു സ്പേസ് ഇടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബാക്കി ഫുള്ള് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു സ്പേസിലൂടെ എന്ത് ചെയ്യണം, പിന്നെ കുത്തിയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം കേട്ടോ. എലാസ്റ്റിക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം, അത് വിടാത്ത രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളൊരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ, ആ ഒരു സ്പേസും കൂടെ എലാസ്റ്റിക്കിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പാൻറ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് ഭാഗത്തും രണ്ട് മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ താഴ്ഭാഗം മുതൽ അതിൻ്റെ മറ്റേ താഴ്ഭാഗം വരെ സെൻറ്റർ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിക്കണ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു നൂല് വലിയ പ്രശ്നം ഇങ്ങനെ ഇടയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്ത എല്ലാ ഭാഗവും ഓവർലോക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാൻറ്റാണിത്. എന്നാൽ അത്യാവശ്യം ഫ്ലെയറിൽ നിൽക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണമെങ്കിൽ നമുക്ക് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്, നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ, ആ ഒരു പീസ് അതിൽ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു മുട്ടുസൂചി എന്തെങ്കിലും കുത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രില്ലിട്ട് തുടങ്ങാം കേട്ടോ. ചെറിയ ഫ്രില്ലാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഞാനിതിൽ കൊടുക്കുന്നുണ്ട്, എനിക്ക് കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാനിവിടെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. ചെറിയ ഫ്രില്ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൈനിങ് പീസിൻ്റെ നല്ല വശം അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നെക്ക് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം മറിച്ചിട്ട് നമ്മൾ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്.
ഫ്രണ്ട് പാർട്ട് ചെയ്തെടുത്ത പോലെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം. ഞാൻ ബാക്ക് പാർട്ടിൽ ഒരു ഹുക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 ഇഞ്ചിൽ ഇറക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിൽ ഇങ്ങനെ ഇറക്കിയിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിൽ ഹുക്ക് കൊടുത്താലുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് ഇറങ്ങിയിട്ട് കിട്ടുക കേട്ടോ. ബാക്ക് നെക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും എന്ത് ചെയ്യുക, ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു ലൈനിങ് മറിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ലൈനിങ് മറിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ആ ലൈനിങ് പീസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു സ്റ്റിച്ച് കൊടുത്താൽ നമുക്ക് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മറിച്ച് അടിക്കണീൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. നെക്കും ഷോൾഡറൊക്കെ ഇപ്പോൾ ഞാൻ വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് സ്ലീവാണ് കേട്ടോ. സ്ലീവ് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുമ്പായിട്ട് അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റിച്ചാണ് ഞാൻ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്ത പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ താഴ്ഭാഗത്തുമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ സ്ലീവും ഫ്രില്ലൊക്കെ എടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവും ഈ എത്രയും വീതി വരും കേട്ടോ നമ്മുടെ സ്ലീവ്, എന്നാലുള്ളൂ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി കിട്ടുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനും. ഈ ഒരു രീതിക്കാണ് കേട്ടോ സ്ലീവ് കിട്ടുക. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് മക്കളെയൊക്കെ കാണാൻ. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്ലീവിൻ്റെ എൻഡ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു ഇത്രയും ഭാഗം, ഇപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച ആ ഒരു അത്രയും ഭാഗം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈനിങ് പീസ് നമ്മൾ അധികം വീതി ഇട്ടിട്ടല്ലല്ലോ എടുത്തത്, മെയിൻ പീസ് അത്യാവശ്യം നല്ല വീതിയിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താലുള്ളൂ ആ ഡ്രസ്സിൻ്റെ ഭംഗി കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വരുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി ഞാൻ ഇതിൻ്റെ ഫുൾ ലുക്കൊന്ന് കാണിക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഡ്രസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാൻ ഞാൻ റീപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു സ്വന്തം ഇഷ്ടത്തിന് ചെയ്തെടുത്തൊരു മോഡലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.